ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ചായി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്ലോഡ് ചെയ്യാൻ വളരെ ലേറ്റായി പോകണം കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് വിരുന്ന് വിളിക്കലാണ്. എൻ്റെ സ്വന്തം വീട്ടിലേക്ക് രണ്ട് വീട്ടുകാരും വിളിക്കുന്നുണ്ട്. പിന്നെ ഇനി എല്ലാ വീഡിയോസിലും കാണുമ്പോൾ തന്നെ അമ്മായികളും കുഞ്ഞിമാരും അവരുടെ മക്കളും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഫുഡ് ഓർഡർ ആക്കലായിരുന്നു. ഫുഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മട്ടൻ ബിരിയാണിയും ചിക്കൻ ചില്ലിയായിരുന്നു കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സാലഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ജ്യൂസും കാര്യങ്ങളൊക്കെ റെഡിയാക്കലാണ്. എല്ലാവരും വരുമ്പോഴേക്കും ജ്യൂസ് 3 ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പൈനാപ്പിൾ ജ്യൂസ്, ഒരെണ്ണം ബട്ടർ ജ്യൂസ്, ഒരെണ്ണം വാട്ടർ മെലോൺ, അങ്ങനെയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ അതൊക്കെ ബാബിയും എല്ലാവരും കൂടിയിട്ട് സെറ്റാക്കലാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ സെർവ് ചെയ്യലാണ് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് 3 ഫ്ലേവറിലായിട്ട് ഒഴിച്ച് വെക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാമല്ലോ എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ അതൊക്കെ എടുത്ത് വെക്കലാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഓൾമോസ്റ്റ് കുറേ ഞങ്ങളിപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിലൊക്കെ ഉള്ള ആൾക്കാർ തന്നെ ഇതിലുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 കല്യാണം ഒരുമിച്ച്, താത്താടുത്ത കല്യാണം അതേപോലെ തന്നെ കുഞ്ഞിമ്മാൻ്റെ മോൻ്റെ കല്യാണം കൂടിയിട്ട് ഒരു മന്തിയിൽ തന്നെ ഒരേ ഡേറ്റിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് ഏകദേശം. അപ്പോൾ നമ്മൾ ആര് വിരുന്ന് വിളിക്കണമെങ്കിലും വെറും വിരുന്ന് തന്നെയാണ്. കല്യാണം കഴിഞ്ഞേ മുതൽ ഫുൾ ടൈം വിരുന്ന് തന്നെയാണ്. നമുക്കൊരു ദിവസം പോലും എന്താ പറയുക വെറുതെ ഇരിക്കേണ്ട ഒരു സമയം വന്നിട്ടില്ല. കാരണം എല്ലായിടത്തേക്കും നമ്മളും വിളിക്കാറുണ്ട് അങ്ങനെ. അപ്പോൾ അവരൊക്കെ തന്നെയാണ് കേട്ടോ ഇന്ന് ഇവിടെ ഉള്ളത്. അങ്ങനെ ബാബി എല്ലാ ഗ്ലാസ്സിലും ഒഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ നേരെ ടേബിളിൽ കൊണ്ടുവയ്ക്കലാണ്. പിന്നെ തലേ ദിവസം തന്നെ ഞാൻ അവിടെ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും മക്കളും കൂടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ആക്കിയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉമ്മ തലേ ദിവസം ആരൊക്കെ വിളിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ വരിക, ഫുഡൊക്കെ എടുത്ത് കഴിക്കുക, എല്ലാവരും സംസാരിക്കുക, അത്രയൊക്കെയുള്ള പണി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആദ്യം തന്നെ ഷാനും പെണ്ണും വന്നിട്ടുണ്ടായിട്ടാ. പിന്നെ താത്ത എത്തിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു കയ്പ് എവിടുന്നോ വരുന്നുണ്ട്. സഹിച്ചു കുടിക്കാണ്. അടുത്ത ചക്രവത്ത. ആ, അത് മധുരം ഇല്ലാത്തവർക്കുള്ളതാണ്. അത് മധുരമില്ലാത്തവർക്ക് കൊടുക്കാനുള്ളതാ. അതിന് 3 ടേസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൽ പൈനാപ്പിൾ ടേസ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ ടേബിളിൽ നമ്മളിവിടെ വെള്ളം കാര്യങ്ങളൊക്കെ ജ്യൂസൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടമുള്ളവർ വന്നിട്ട് കുടിച്ചോട്ടെ വെച്ചിട്ട്. അങ്ങനെ അമ്മായി വന്നതാണ് കേട്ടോ, എൻ്റെ താരമ്മായി. ആൾ വന്നിട്ട് കുടിച്ച അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർ ജ്യൂസിൽ അതിൻ്റെ ഒരു കറ പോലത്തെ ഉണ്ടാവില്ലേ, ഒരു ബ്ലാക്ക് കളറുള്ളത്, അതൊന്ന് പെട്ടുണ്ടായിരുന്നു ജ്യൂസ് അടിക്കുമ്പോൾ. അന്നേരം അത് പെട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പ്പ് ഫീൽ ചെയ്യും. അങ്ങനെ കയ്പ്പ് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ വാട്ടർ മെലോണും മധുരം വളരെ കുറവായിരുന്നു. പിന്നെ മധുരമില്ലാത്ത കഴിക്കേണ്ടി ഉണ്ടാവില്ലേ അങ്ങനെ. അപ്പോൾ അമ്മായിക്ക് ഏറ്റവും ഇഷ്ടമായ പൈനാപ്പിളാണ് കേട്ടോ. അതാണ് അമ്മായിയുടെ ആ മുഖത്തിൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ ഭാവവ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ടായി. ആരാന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിരുന്ന് വിളിച്ച ഒരുവിധം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ എന്താ പറയുക കല്യാണം കഴിഞ്ഞിടത്തെ കുഞ്ഞിമുണ്ട്, അവരൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വരാമെന്ന് പറഞ്ഞിട്ട് അവർ വെയിറ്റ് ആക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഇനി നമ്മൾ ഫുഡ് സെർവ് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ്. ഫുഡ് ഞാൻ പറഞ്ഞല്ലോ, മട്ടൻ ബിരിയാണിയും ചിക്കൻ ചില്ലി ആയിരുന്നു. വെരി ടേസ്റ്റി ആയിരുന്നു. ഞാനെപ്പോഴും പറയാറില്ല, ഞങ്ങൾ മാറഞ്ചേരിയിൽ നിന്നാണ് ഓർഡർ ആക്കാറ്. അവിടുത്തെ ഫുഡ് എല്ലാം അടിപൊളിയാണ്, ഒന്നൊന്നിന് വെച്ചാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഓർഡർ ആക്കാറ്. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ടേബിളിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യം തന്നെ ആണുങ്ങളും അങ്ങനെയുള്ളവർ കുഞ്ഞിപ്പാർ പിന്നെ അവിടുത്തെ എല്ലാവരെയൊക്കെ വിളിച്ചിട്ട് ആദ്യം അവർക്ക് ഫുഡ് കൊടുക്കലാണ് കേട്ടോ.
കാര്യം ഒരു 12:30 1 മണിയൊക്കെ സമയമായിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈം ആകുമ്പോഴേക്കും. അങ്ങനെ അതാ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായി. പിന്നെ അതാ ബാക്കി എല്ലാവരും കൂടിയിട്ട് കുറച്ച് നേരം ഞങ്ങൾ റൂമിലും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് സംസാരിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിന്നിട്ടുണ്ടായി. പിന്നെ ഈ ആണുങ്ങളുടെ ഫസ്റ്റ് അവരുടെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു മധുരത്തിനായിട്ട് ബാബി വരുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു ജെല്ലി. ഓർമ്മ ഉണ്ടാവും പണ്ടൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും, പല പല കളേഴ്സിലുണ്ടാവും, ഓറഞ്ച് കളറ്, റെഡ് ഷെയ്ഡ് അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഞങ്ങൾക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ, പക്ഷെ കാണാൻ ഭയങ്കര കളർഫുള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ വാനില ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഇതും വെച്ചിട്ടുണ്ടായി. അപ്പം ഞങ്ങൾക്കാർക്കും ഇഷ്ടമൊന്നുമായില്ല, പക്ഷെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവർക്ക് നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടമാവില്ല, അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായി. പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനിട്ടാ. കഴിക്കാൻ വലിയ അത്ര ഇതില്ലാന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു, കാരണം രണ്ടും നല്ല കോമ്പിനേഷൻ അങ്ങനെ അട്രാക്റ്റീവ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ ടേബിളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചവർ വന്നിട്ട് കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കലാണ് കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് എൻ്റെ ഇക്കടെ വൈഫുണ്ട് ബാബി, അതുണ്ടാക്കി കൊണ്ടുവന്നതായിരുന്നു. എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട്, കപ്പിൾസ് 2 ആളുണ്ടല്ലോ ഇതിൽ, അവർ 2 ആളെ നിർത്തിയിട്ട് കേക്ക് കട്ട് ചെയ്യലുണ്ട്. ഇതേപോലെ തന്നെ സജിയുടെ വീട്ടിൽ, അനിയത്തിയുടെ വീട്ടിൽ പോയിട്ടും കേക്ക് കട്ടിയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇവരെയും വെച്ചിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യലാണ്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വിളിച്ചിട്ടാണ്, കാരണം കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരു രസമായിട്ട് ചെയ്യാമല്ലോ എന്നൊക്കെ വെച്ചിട്ട്. അങ്ങനെ ഷാനും പെണ്ണും അതേപോലെ നിയാസും അതിൻ്റെ പെണ്ണും കൂടിയിട്ട് ഒരുമിച്ച് നിന്നിട്ട് കേക്ക് കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു വിരുന്ന്, വീട്ടിലത്തത് അടിപൊളിയായിരുന്നു. മാഷാഅല്ലാ, എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി, നല്ല സന്തോഷമായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഒരു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരണ്ടി. ഓക്കെ, ബൈ, താങ്ക് യു. Santara.